ഈ 3.5 വയസ്സുകാരിയായ കുട്ടിക്ക് ഈ ഷിഗല്ല ബാധിച്ച് മരിച്ച സാധാരണ ഒരു അണുവിന് ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട് അതിന്റെ 1000-മോ അതിലധികമോ ആയിട്ടുള്ള അണുക്കൾ വേണം. പക്ഷെ ഷിഗല്ലയ്ക്ക് അങ്ങനെയല്ല. വെറും 50 മുതൽ 100 ബാക്ടീരിയ മതി. അതായത് മലിനപ്പെട്ട ഒരു ഗ്ലാസ് വെള്ളം. അത് തന്നെ കുഞ്ഞിന്റെ ജീവിതം അപകടത്തിലാക്കാം. ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ബെറ്റ്സി ആൻഡ്രോ, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ. ഷിഗല്ല എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ് ഷിഗല്ലോസിസ്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? കുട്ടിക്ക് കടുത്ത പനി വരിക, വയറിളക്കം, രക്തം കലർന്ന മലം, കടുത്ത ക്ഷീണം അനുഭവപ്പെടുക, ഡീഹൈഡ്രേഷൻ ഉണ്ടാവുക. സിവിയർ ഇൻഫെക്ഷൻ ഒക്കെ ആണ് എങ്കിൽ കുട്ടിക്ക് കൺഫ്യൂഷനും ഫിറ്റ്സ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ കൃത്യമായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾക്ക് തിളപ്പിച്ചാറിച്ച വെള്ളം, അതല്ലെങ്കിൽ കൃത്യമായി ഫിൽട്രേഷൻ ചെയ്ത വെള്ളം മാത്രം കുടിക്കാനായിട്ട് കൊടുക്കുക. ക്ലീൻ ചെയ്ത, കൃത്യമായി പാചകം ചെയ്ത ഫുഡ് ഐറ്റംസ് മാത്രം കൊടുക്കുക. കുട്ടികളെ സ്കൂളിലേക്കൊക്കെ വിടുന്നതിന് മുൻപേ തന്നെ അവർക്ക് കൃത്യമായ ഹാൻഡ് ഹൈജീനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ലൂസ് മോഷൻ ഉണ്ട് എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ORSO, കഞ്ഞിവെള്ളമോ കരിക്കിൻ്റെ വെള്ളമോ ഒക്കെ കുടിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്. ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് വീട്ടിൽ വെച്ച് തന്നെ ലൂസ് മോഷൻ നിർത്താനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. ഇത് കുട്ടിയുടെ ശരീരത്തിലുള്ള ഇൻഫെക്ഷൻ്റെ ലോഡ് കൂട്ടുകയും കുട്ടിയുടെ അവസ്ഥ കൂടുതൽ ഡേഞ്ചറസ് ആക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഷിഗല്ലയിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ ഹെൽപ്പ് തേടേണ്ടതാണ്.